ചില യാത്രകളിൽ പിന്നിലിരിക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നിലിരുന്ന് പോകുന്ന യാത്രകൾക്ക് കൂടുതൽ നമ്മളോട് അടുപ്പം കാണും. അച്ഛൻ ഓടിക്കുന്ന സ്കൂട്ടറിന്റെ പിന്നിലാണെങ്കിൽ പിന്നെ അത് പറയണ്ട ആഹ്ലാദം. കുട്ടിക്കാലത്ത് എനിക്ക് അച്ഛൻ്റെ വണ്ടിയുടെ പിറകിൽ അങ്ങനെ ഇരുന്ന് പോകാനൊന്നും പറ്റിയില്ല. അച്ഛൻ രാജ്യസേവനമൊക്കെ ആയിട്ട് ഉത്തരേന്ത്യയിൽ നിന്നും ഇടയ്ക്കൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ള യാത്രകളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ ഇപ്പോൾ എപ്പോഴൊക്കെ അച്ഛൻ്റെ സ്കൂട്ടറിന്റെ പിന്നിലിരുന്നാലും ഞാൻ അന്നത്തെ കൊച്ചുകുട്ടിയാകും. അന്ന് നഷ്ടപ്പെട്ട ആ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എവിടെ പോകാനും അച്ഛൻ തയ്യാറാണ്. അച്ഛൻ്റെ കൂടെ എവിടെ പോകാനും ഞാനും. കരുതലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ യാത്ര സുഹൃത്തുക്കൾ സഞ്ചരിക്കുന്നത് പോലെ തന്നെ ഹൃദ്യമുള്ളതാണ്. പോകുന്ന വഴികളിലൂടെയുള്ള കാഴ്ചകൾക്കൊക്കെ മിഴിവേറെയാണ്. ഓരോ കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾക്ക് പിന്നീടുള്ള ചർച്ചാ വിഷയങ്ങളാണ്. അച്ഛന് പുതിയ വഴികൾ പരീക്ഷിക്കുന്നതിലാണ് താല്പര്യം. ഓരോ സ്ഥലത്തോട്ടും ഓരോ വട്ടം പോകുന്നത് പുതിയ വഴികളിലൂടെയായിരിക്കും. അച്ഛൻ്റെ കൂടെ കൂടി എനിക്കും അതാണ് ഇഷ്ടം. ഓരോ വഴിയും ഓരോ അനുഭവങ്ങളാണല്ലോ. കാഴ്ചകൾ കണ്ടും കാര്യങ്ങൾ പറഞ്ഞും ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൂരം ഇനിയും നീളട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ. ഒരുപാട് ദൂരം വെറുതെ കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ മടിക്കുന്ന കുട്ടികളില്ലേ, അവരെ പോലെ.